ഒരു സമൂഹത്തിൽ ഒരാൾ ഡിസേബിൾഡായിട്ട് മാറിയാൽ സമൂഹം ആ മനുഷ്യൻ ഒരിക്കലും പുനർജീവിക്കുന്നതോ ആ മനുഷ്യൻ ഒരിക്കലും രൂപാന്തരപ്പെടുന്നതോ ആ മനുഷ്യൻ ഒരിക്കലും ശേഷിയുള്ള ആളുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നതായിട്ടോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ബോഡീസ് അങ്ങനെയാണ്. ശരീരത്തിൻ്റെ സാമൂഹിക നിർമ്മിതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ ജന്മനാൽ അങ്ങനെയാണെങ്കിൽ അവൻ്റെ മരണം വരെ അങ്ങനെ തന്നെയാണ്. ബൈബിൾ ആൻഡ് ഡിസബിലിറ്റി, ബൈബിളും അംഗവൈകല്യവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ചില മിനിറ്റുകൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ബൈബിൾ എന്ന പുസ്തകം സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ കൃത്യമായി പരാമർശിക്കുന്നൊരു പുസ്തകം തന്നെയാണ്. അതിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, ഒറ്റപ്പെട്ടുപോയ, അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് ഡിസേബിൾഡ് പീപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആളുകളെന്ന് നമ്മൾ വിളിക്കുന്നത്. സമൂഹത്തിൽ അംഗവൈകല്യമുള്ള ആളുകൾ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങൾ നാം ഓരോ ദിവസവും കണ്ടുവരികയാണ്. അതിൽ പ്രത്യേകിച്ച് ശാരീരിക വൈകല്യമുള്ള ആളുകളെക്കാളും കൂടുതൽ മാനസിക വൈകല്യമുള്ള ആളുകളാണ് സമൂഹത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നത്. സമീപകാല ഡിസബിലിറ്റി ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, കേരളത്തിൻ്റെ അംഗപരിമിതരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഓട്ടിസ്റ്റിക് പേഷ്യൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം കുട്ടികളുടെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ അറിയപ്പെടുന്നത് കുട്ടികളുടെ മെഡിക്കൽ കോളേജ് എന്ന് തന്നെയാണ്. എന്നാൽ ഇതിന് നമ്മൾ ഓട്ടിസം ഡിറ്റൻഷൻ സെൻ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രപഞ്ചം മുഴുവനായുള്ള ഡിസേബിൾഡ് പീപ്പിളിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം ഇവരോട് സഹാനുഭൂതിയോടുകൂടെ അല്ലെങ്കിൽ ഇവരെ കൃത്യമായി ഇവരുടെ ചരിത്രം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബൈബിൾ എന്ന ഈ പുസ്തകമാണ്. ബൈബിളിൽ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ധാരാളം ഈ ഡിസേബിൾഡ് ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. പഞ്ചഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഇസ്രായേല്യരുടെ മശിഹ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന, ധീരനേതാവെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന മോശ എന്ന മനുഷ്യനും ഒരു ഡിസേബിൾഡായിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ദൈവമേ, ഈ വലിയ ഹിമാലയൻ ടാസ്ക് ഒന്നും എനിക്ക് തരരുത്. കാരണം ഞാൻ തടിച്ച നാവുള്ള മനുഷ്യനാണ്. ലക്ഷക്കണക്കിന് ആളുകളെ നയിക്കാനുള്ള പരിമിതി എനിക്കുണ്ട്, അല്ലെങ്കിൽ നയിക്കാനുള്ള ഒരു ശേഷിക്കുറവ് എനിക്കുണ്ട് എന്ന് മോശ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തെ സംബന്ധിച്ച് ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ ഡിസേബിൾഡാണോ ഏബിൾഡാണോ അല്ലെങ്കിൽ ഏബിളാണോ എന്ന് നോക്കാറില്ല. ദൈവത്തിന് അയാളെ വേണമെങ്കിൽ അയാളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 2020 മഹാരാഷ്ട്രയിൽ സുവിശേഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഒരു വീട്ട് ചർച്ച്, ഹോം ചർച്ചിലൊരു പ്രയറിനെ സംബന്ധിച്ചപ്പോൾ ദൈവം എത്ര ശ്രേഷ്ഠനാണെന്നും ദൈവം തൻ്റെ സൃഷ്ടികളെ എത്ര മനോഹരമായിട്ടാണ് പരിപാലിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ കൊച്ചു സഭയിലെ പാസ്റ്റർ ഒരു ബ്ലൈൻഡായിട്ടുള്ള പാസ്റ്ററാണ്. ഇരു കണ്ണിനും കാഴ്ചയില്ലാത്തൊരു മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തെ ഞാൻ പരിശോധിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിന് പരിചയമുള്ള ഏതൊരാൾ സംസാരിച്ചാലും അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാകും. അന്നേരം അദ്ദേഹം പേര് വിളിക്കും, സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെന്ന് ചോദിക്കും, അല്ലെങ്കിൽ വൈഫ് എന്തെന്ന് ചോദിക്കും, മക്കൾക്കൊക്കെ സുഖമാണോ എന്ന് ചോദിക്കും. കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഗാനശുശ്രൂഷ സമയത്ത് അദ്ദേഹം തന്നെയാണ് ഗാനശുശ്രൂഷകളൊക്കെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ ഒന്ന് കേട്ടപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ പാട്ടുകളാണ് അദ്ദേഹം പാടുന്നത്. അതിൽ പോലും അദ്ദേഹം അപ്ഡേറ്റഡ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ കാർക്കശ്യത്തോടാണ് ആ സഭ അദ്ദേഹം നടത്തുന്നത്. ആ പ്രാർത്ഥനാലയത്തിലൊരു മുട്ടുസൂചി വീണാൽ അറിയും ആ ഭാഗത്തിന് ഒരു ശക്തനായ നേതാവായിട്ടാണ്
അദ്ദേഹത്തെ ദൈവം ആ മഹാരാഷ്ട്രയിൽ നന്ദൂർബാറിനടുത്തുള്ള ആ ഒരു ചർച്ചിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ മോശയെ സംബന്ധിച്ച് മോശയെ ദൈവം ഉപയോഗിക്കുന്നു. മോശയുടെ വിക്ക് മോശയ്ക്കൊരു തടസ്സമായിരുന്നു, എന്നാൽ ദൈവത്തിനത് തടസ്സമായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ പഴയ നിയമത്തിലെ യാക്കോബിനെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുമ്പോൾ, ദൂതനുമായി മല്ലിടുന്ന യാക്കോബ് ഒരു കാലിന് അസ്വസ്ഥതയുള്ളവനായി, അംഗവൈകല്യമുള്ളവനായി മാറുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ജേക്കബ് ഡെവലപ്ഡ് എ ലിംബ് ആഫ്റ്റർ റെസ്ലിംഗ് വിത്ത് എ ഡിവൈൻ ബീയിങ് ഓഫ്റ്റൻ ഇൻ്റർപ്രറ്റഡ് ആസ് ആൻ ഏഞ്ചൽ ഓഫ് ഗോഡ്. യഹോവയുടെ ദൂതനോട് മത്സരിച്ച് യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിയിട്ട് അവിടെ അദ്ദേഹത്തിനൊരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊരു വലിയ ഡിസബിലിറ്റി ആയിട്ട് പറയുന്നില്ലെങ്കിലും അതിനെ നമുക്ക് ഡിസബിലിറ്റി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ അങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം യാക്കോബിനെയും യാക്കോബിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു ഡിസബിലിറ്റി അദ്ദേഹത്തിന് വന്നെങ്കിൽ കൂടെ ഇസ്രായേൽ എന്ന പേര് ദൈവം അദ്ദേഹത്തിന് നൽകുകയാണ്. അദ്ദേഹത്തെ ഒരിക്കലും അത്തരം ഒരു പേര് നൽകുന്നതിന് ഇത്തരം ഒരു ഡിസബിലിറ്റി തടസ്സമായി കാണുന്നില്ല. പിന്നെ പഴയ നിയമത്തിലെ ഒരു പ്രധാന ഡിസേബിൾഡ് ക്യാരക്ടറാണ് മെഫീബോശേത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ. സോ മെഫീബോശേത്തിനെ നമ്മൾ പരിചയപ്പെടുമ്പോൾ യോനാഥാൻ്റെ മകനാണ്, അതുപോലെ തന്നെ ശൗൽ രാജാവിൻ്റെ കൊച്ചുമകനാണ്. 2 കാലുകൾക്കും മുടന്തുള്ള ഒരു മനുഷ്യനായിട്ടാണ് മെഫീബോശേത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ രാജാവായ ദാവീദ് മെഫീബോശേത്തിനോട് കരുണ കാണിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ദാവീദ് തൻ്റെ കിങ്സ് ടേബിളിൽ, താൻ വിരുന്ന് കഴിക്കുന്ന വിരുന്നുശാലയിൽ മെഫീബോശേത്തിന് ഇരിക്കാനുള്ള ഇടം കൂടെ ഒരുക്കി കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ബർത്തിമായി എന്ന് പറയുന്ന കുരുടനായ മനുഷ്യൻ, എരിഹോവിൻ്റെ തെരുവീതിയിൽ ജന്മം മുതൽ കുരുടനായി ആളുകൾ എറിഞ്ഞു കൊടുക്കുന്ന തൊട്ടുകൾ കൊണ്ട്, പൈസ കൊണ്ട് ജീവിക്കുന്ന ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ യേശു അദ്ദേഹത്തെ സൗഖ്യമാക്കുന്നു. എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നു. ഒരു സമൂഹത്തിൽ ഒരാൾ ഡിസേബിൾഡായിട്ട് മാറിയാൽ സമൂഹം ആ മനുഷ്യൻ ഒരിക്കലും പുനർജീവിക്കുന്നതോ, ആ മനുഷ്യൻ ഒരിക്കലും രൂപാന്തരപ്പെടുന്നതോ, ആ മനുഷ്യൻ ഒരിക്കലും ശേഷിയുള്ള ആളുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നതായിട്ടോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ബോഡീസ് അങ്ങനെയാണ്. ശരീരത്തിൻ്റെ സാമൂഹിക നിർമ്മിതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ ജന്മനാൽ അങ്ങനെയാണെങ്കിൽ അവൻ്റെ മരണം വരെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ മനുഷ്യനെ യേശു സൗഖ്യമാക്കുകയും അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യേശു അവൻ്റെ ബ്ലൈൻഡ്നെസ്സിനെ സൗഖ്യമാക്കുന്നു. ഇത് അവനോട് പറയുകയാണ്, യുവർ ഫെയ്ത്ത് ഹാസ് മെയ്ഡ് യു വെൽ, നിൻ്റെ വിശ്വാസം മൂലമാണ് നിനക്ക് സൗഖ്യമുണ്ടാകുന്നത് എന്ന് യേശു അദ്ദേഹത്തോട് പറയുകയാണ്. അതുപോലെ തന്നെ ജന്മന അന്ധനായ ഒരു മനുഷ്യനെ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നൊരു വിഷയമാണ്. അവിടെ യേശു സൗഖ്യമാക്കുന്നുണ്ട്. ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന മുടന്തനായ മനുഷ്യൻ 38 വർഷമായി ബെഥെസ്ദ കുളത്തിൻ്റെ കരയിൽ മുടന്തനായി കിടന്നിരുന്ന ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ജീസസ് ഹീൽഡ് ദ മാൻ ടെല്ലിങ് ഹിം ടു ഗെറ്റ് അപ്പ് ആൻഡ് ടേക്ക് യുവർ മാറ്റ് ആൻഡ് വാക്ക്. അവിടെ യേശു പറയുന്നത് എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക. സാധാരണയായിട്ട് ദൂതൻ വന്ന് കുളം കലക്കുമ്പം ആദ്യം ചാടുന്ന രോഗി സൗഖ്യമാകുകയാണ് പതിവ്. ഒരു മുടന്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പരിമിതികളുണ്ട്, അദ്ദേഹത്തിന് ആ കുളത്തിലേക്ക് എടുത്തു ചാടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതുവരെയും അത്തരം ഒരു സന്ദർഭം അദ്ദേഹത്തിന് ഉപയോഗിക്കാനായി കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ചലനാത്മകമായ സൗഖ്യത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നു. യേശു അവനോട് പറയുകയാണ്, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ജഡത്തിൽ തനിക്കൊരു ശൂലമുള്ളതായി പറയപ്പെടുന്നുണ്ട്. അത് ഒരിക്കലും ഡിസബിലിറ്റി ആയിട്ട് പറയുന്നില്ലെങ്കിലും അവിടെ ഒരു മുൾ അല്ലെങ്കിൽ തോൺ ഇൻ ദ ഫ്ലഷ് എന്നാണ്
അവിടെ പറയുന്നത്. ഇതിനെ പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് എന്തോ ഒരു ശാരീരിക വൈകല്യം ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് പല പണ്ഡിതന്മാരും ഇതിനെ വിശകലനം ചെയ്യുന്നത്, അതിനെപ്പറ്റി പറയുന്നത്. എന്നാൽ ഇവിടെ ഡെസ്പൈറ്റ് പ്രേയിങ് ഫോർ ഇറ്റ്സ് റിമൂവൽ, ആ ജഡത്തിൽ തനിക്കുള്ള ശൂലം അല്ലെങ്കിൽ ഒരു അംഗവൈകല്യം അല്ലെങ്കിൽ ഒരു ശാരീരിക പ്രശ്നം മാറുന്നതിന് വേണ്ടി താൻ പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തന്നെ പൗലോസ് മനസ്സിലാക്കുന്നൊരു കാര്യം, തനിക്ക് വേണ്ടുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുപോലെ തന്നെ ബലഹീനതയിൽ കവിയുന്നതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ള ആ ഒരു വചനത്തിലൂടെ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടും. ഇനി നമ്മൾ പുതിയ നിയമത്തിൽ സെക്കര്യാവിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ പിതാവായ സെക്കര്യാവിന് ദൈവം ഒരു സൂചന നൽകുകയാണ്. എ സൈൻ ഫ്രം ഗാഡ് when he doubted the angel's message about his wife Elizabeth bearing a child. നിൻ്റെ ഭാര്യ എലിസബത്ത് അവൾ ഗർഭവതിയാകുമെന്നുള്ള സന്ദേശത്തെ സംശയിക്കുന്നത് കൊണ്ട് തന്നെ സെക്കര്യാവിൻ്റെ സംസാരശേഷി നിന്നു പോകുന്നതായിട്ട് അല്ലെങ്കിൽ ദൈവം ആ രീതിയിലൊരു പ്രവൃത്തി അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ യോഹന്നാൻ്റെ ജനനശേഷം അദ്ദേഹത്തിന് സംസാരശേഷി തിരിച്ചു ലഭിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ ഒരു സംഭാഷണത്തിലൂടെ, ഈ ഒരു ടോക്കിലൂടെ കുറച്ച് ഡിസേബിൾഡ് ക്യാരക്ടേഴ്സിനെയാണ് പരിചയപ്പെടുത്തിയത്. ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട് തിയറട്ടിക്കലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അത് പിന്നീടൊരു വീഡിയോയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഡിസബിലിറ്റി ആൻഡ് ബൈബിൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രാരംഭഘട്ടമെന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ബൈബിളിലെ കുറച്ച് ഡിസേബിൾഡ് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.